നിങ്ങൾ എന്തിനാണ് എല്ലാ ദിവസവും വൈകിട്ട് 5 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്? നമ്മളും അങ്ങനെ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതൽ റീച്ച് കിട്ടുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ചെയ്താൽ മതിയോ എന്ന് പലരും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പക്ഷേ ചിലർ ചോദിക്കൂ, വലിയ വലിയ ചാനലുകൾ ആഴ്ചയിൽ ഒന്ന് മാത്രമാണല്ലോ ചെയ്യുന്നത്, അവർക്ക് എന്നാലും മില്യൺ വ്യൂസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ എത്ര ചെയ്ത് കഴിഞ്ഞാലും 500 വ്യൂസ് പോലും എത്തുന്നില്ല എന്നുള്ള പരാതി പറയാറുണ്ട്. എന്താണ് ഇതിനുള്ള പരിഹാരം? എങ്ങനെയാണ് നമുക്ക് കൂടുതൽ വ്യൂസ് എത്തിക്കാൻ പറ്റുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ട് ഡെയിലി വീഡിയോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഡെയിലി വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റേതായ റിസൾട്ട് കിട്ടുമോ എന്നീ വിഷയങ്ങളൊക്കെയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് എങ്ങനെ നമുക്ക് യൂട്യൂബിലേക്ക് ഗ്രോത്ത് എത്തിക്കാമെന്നുള്ള വിഷയങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നതാണ്. അതിൽ ജോയിൻ ചെയ്യാനും ശ്രമിക്കുക. ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്? ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട് പുതുതായിട്ട് യൂട്യൂബിൽ കടന്നു വന്നിട്ടുള്ള ആളുകളാണെങ്കിൽ അവരെപ്പോഴും നല്ലത് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം എന്താണെന്നും കൂടെ പറയാം. വലിയ ചാനലുകൾ മന്ത്ലി അല്ലെങ്കിൽ വീക്കിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അവർക്ക് മില്യൺ കണക്കിന് വ്യൂസ് കിട്ടുന്നുണ്ട്. അവർ ഫെമിലിയറൈസ് ആയി കഴിഞ്ഞിട്ടുണ്ട്. അതായത് യൂട്യൂബിൽ തന്നെ അറിയുന്ന ആളുകളായി മാറിക്കഴിഞ്ഞു. നമ്മൾ ഒരു പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി, അപ്പോൾ നമ്മളുടെ ഫേസ് ആർക്കും അറിയില്ല. ഒരാളുകളും നമ്മൾ ആരാണെന്ന് പോലും അറിയുന്നില്ല. അപ്പോൾ നമ്മൾ ആരാണെന്ന് അറിയുന്നത് വരെ എന്തായാലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ആരാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു ഓഡിയൻസ് ഇവിടെ ജനറേറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളെപ്പം വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും അത് കയറി വരും, ഷുവറാണ്. കാരണം നമ്മളുടെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. പുതുതായി നമ്മൾ യൂട്യൂബിലേക്ക് കടന്നു വന്നവരാണെങ്കിൽ നമ്മൾ ആരാണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ആരാണെന്ന് ആദ്യം പരിചയപ്പെടുത്തി കൊടുക്കണം. പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ടെക്നിക്കുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. വ്യത്യസ്ത ടെക്നിക്ക് മീൻസ് നന്നായിട്ട് എനർജറ്റിക് ആയിട്ട് നല്ല പ്രസൻറ്റേഷൻ ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ഡെയിലി വീഡിയോസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നന്നായിട്ട് എൻഗേജ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റിയ കുറച്ച് ചിരിക്കാനും കളിക്കാനും എന്നുള്ളൊരു കണ്ടൻറ്റുകൾ കൊണ്ടുവരിക. ഈ ടൈപ്പ് ഓഫ് കണ്ടൻറ്റുകളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് ചാനൽ എൻഗേജ്മെൻറ്റ് കിട്ടും. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം എനർജറ്റിക് ആയിട്ട് ആളുകൾക്ക് വിഷയങ്ങൾ മനസ്സിലാവുന്ന, ആളുകൾ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്ന ലെവലുള്ള കണ്ടൻറ്റുകൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡെയിലി വീഡിയോസ് ചെയ്യുക. ഡെയിലി വീഡിയോസ് ചെയ്യുന്നതിന് പ്രാധാന്യം എന്ന് പറയുന്നത് കൂടുതൽ റീച്ച് കിട്ടാൻ സാധ്യതയാകും. അതായത് ഇന്നിപ്പോൾ നമ്മളൊരു വീഡിയോ പബ്ലിഷ് ചെയ്തു. ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്ത് 100 പേര് കണ്ടു. 100 പേര് കണ്ടു കഴിഞ്ഞാൽ നാളെ നമ്മൾ വീഡിയോ പബ്ലിഷ് ചെയ്യുന്നേരം ഈ 100 പേരിലേക്കും എന്തായാലും റെക്കമെൻഡഡ് ആയിട്ട് ഈ വീഡിയോ പോയിരിക്കും. പക്ഷേ നമ്മൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്ത് അതിന് ശേഷം 1 വീക്ക് കഴിഞ്ഞിട്ടാണ് അടുത്തൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ടോ ഇനി അതല്ല റെക്കമെൻഡഡ് ആയിട്ടോ ഒന്നും വീഡിയോ പോവില്ല. അത് ഈ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ചാനലുകളോട് പറയാറുള്ളത്. പിന്നെ വലിയ ചാനലുകളെ യൂട്യൂബ് തന്നെ ഓട്ടോമാറ്റിക്കലി നന്നായിട്ട് റെക്കമെൻഡ് ചെയ്തോളും. ആ റെക്കമെൻഡേഷൻ തന്നെ നന്നാവും. യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത് ഒരു വീഡിയോ ഒരാൾ പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഓഡിയൻസ് എങ്ങനെയാണ് അതിനോട് റിയാക്ട് ചെയ്യുന്നത്, കൂടുതൽ സമയം ആളുകൾ വാച്ച് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നീ വിഷയങ്ങളാണ് നോർമലി യൂട്യൂബ് ചെക്ക് ചെയ്യുന്നത്. അല്ലാതെ യൂട്യൂബിന് അറിയില്ലല്ലോ നമ്മളുടെ വീഡിയോ കണ്ടൻറ്റ് എത്രത്തോളം ഉഷാറാണ്, ഓക്കെ ആണോ അല്ലേ എന്നുള്ള വിഷയങ്ങൾ അറിയില്ലല്ലോ. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഡെയിലി വീഡിയോസ് തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. ഡെയിലി വീഡിയോസ് ചെയ്തിട്ടും നിങ്ങൾ വിചാരിച്ചൊരു ലെവലിലേക്ക് നല്ല റീച്ച് നിങ്ങൾക്ക് എത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ എന്നെ തന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ തന്നെ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നതായിരിക്കും. എനിവേ താങ്ക് യു സോ മച്ച്.